കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്നവരല്ലേ നിങ്ങൾ? ഒരു 98% ആൾക്കാരും കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ആ കോമഡി സിനിമയിൽ ഒരു പ്രേതം കൂടെ ഉണ്ടല്ലോ, പേടിക്കൊന്നും വേണ്ട. ഹൊറർ എലമെന്റ് ഒന്നുമില്ല. ഈ പ്രേതം പേടിപ്പിക്കുകയില്ല. പേടിപ്പിക്കും ആരെയാണ്? സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമേ പേടിപ്പിക്കുകയുള്ളൂ. ആ പേടി ഒരു കോമഡി രൂപേണ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പടത്തിന്റെ ഒരു പോക്ക് മൊത്തം. ഏത് പടത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് വെച്ചാൽ, സാൻഡോ ജോസഫ് എഴുതി വൈശാഖ് എലൻസ് സംവിധാനത്തിൽ സറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി ലീഡ് റോളിൽ വന്നിട്ടുള്ള പുതിയ സിനിമയാണ് ഹലോ ഹലോ മമ്മി. ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേനും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളും ഭയങ്കര അടുക്കും ചിട്ടയോട് കൂടി ജീവിക്കുന്ന മറ്റൊരാളും തമ്മിൽ ഒന്നിക്കുകയും അവരുടെ കൂട്ടത്തിൽ ഒരു പ്രേതമുണ്ട്. ആ പ്രേതം ആരാണ്? മമ്മിക്ക് കുറച്ച് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഇവരനുസരിച്ചില്ലെങ്കിൽ മമ്മിക്ക് ഇഷ്ടപ്പെടത്തില്ല. മമ്മി പ്രതികരിക്കും. ആ പ്രതികരണങ്ങൾ കോമഡി രൂപേണയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതാണ് ഈ പടത്തിന്റെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. സിനിമ ഇൻഡസ്ട്രിയിൽ പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, കോമഡി മൂവീസ് ചെയ്യാനാണ് അല്ലെങ്കിൽ കോമഡി വലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായുള്ള കാര്യം. അത് ഇവർക്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കൊണ്ട് പടത്തിന് ഒരു 75% ഭാഗവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാനും എന്റർടൈൻ ചെയ്യാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 25% ഹൊറർ എലമെന്റിന് വേണ്ടിയാണ്. ഹൊറർ എലമെന്റ് എന്ന് ഞാൻ പറയുമ്പോഴും പ്രേതം ഉണ്ടല്ലോ, അപ്പൊ പ്രേതത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പടത്തിൽ കാണിക്കണമല്ലോ. അതായത് കോമഡി മാത്രമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പടത്തിന് ഒരു പൂർണ്ണത ലഭിക്കാതെ വരും. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് ഗണത്തിൽപ്പെടുത്താൻ പറ്റാവുന്ന ഒരു നല്ല ഒരു കോമഡി മൂവി തന്നെയാണ്. പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ്. മിന്നൽ മുരളിക്ക് ശേഷം ഇത്ര നല്ല രീതിയിൽ ടെക്നിക്കൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മലയാളം സിനിമ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ടെക്നിക്കൽ സൈഡ് വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഭയങ്കര ക്രിഞ്ച് ആയാനെ, ഭയങ്കര ബോറായാനെ. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് ഒരുക്കിയിട്ടുള്ളത്. വലിയ ബലം പിടിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അത്ര ബലം പിടിക്കുന്നവരാണെങ്കിൽ പോകണ്ട, പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചുമ്മാ കണ്ട് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് പോരാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതിനെ ഇങ്ങനെ വലിയതായിട്ട് ചിന്തിച്ച് കൂട്ടി നാശമാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അടുത്തൊരു തിയേറ്ററിൽ പോയി പടം കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പം ബൈ.